ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് 2 കോസ്റ്റ്യൂം മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് റെസിൻ വെച്ചിട്ടാണ്. അപ്പോൾ റെസിൻ വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഡിസൈന് കൂടിയിട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിതാ ഒരു 4 ഇഞ്ച് സൈസിലുള്ളൊരു മോൾഡാണ് എടുത്തിട്ടുള്ളത്. സർക്കുലർ ഷേപ്പിൽ വരുന്ന എഡ്ജെല്ലാം ഒരു റാൻഡം ഡിസൈനിൽ വരുന്നൊരു മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ റെസിൻ മിക്സ് ചെയ്തിട്ടുള്ള കളറ് സൈഡിൽ കുറച്ച് ഭാഗത്തേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗോൾഡ് ഡസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലെയിൻ റെസിൻ ബാക്കി സൈഡ്സിലെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് റിയൽ ഫ്ലവേഴ്സാണ്. അതൊന്ന് ഡ്രൈ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ യെല്ലോ ആൻഡ് പിങ്ക് ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് ലീവ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റെസിനിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഫ്ലവർ ആയാലും ലീവ്സ് ആയാലും നല്ലോണം ഒന്ന് ഡ്രൈ ആക്കിയിട്ട് വേണം. ഈർപ്പൊക്കെ നല്ല രീതിയിൽ കളഞ്ഞിട്ട് ഡ്രൈ ആയതിനു ശേഷം വേണം നമ്മളത് യൂസ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഈർപ്പവും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മുടെ റെസിനെ കേടുവരുത്താനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു വൈറ്റ് സ്റ്റെയിനായിട്ട് അവിടെ സെപ്പറേറ്റ്ലി കിടക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡ്രൈഡായിട്ട് എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നത്. ഇനി ഞാൻ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് ലെയർ കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ. ആ ഒരു ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റായി വരുന്ന ടൈമിലാണ് ഞാൻ സെക്കൻഡ് ലെയർ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് ഇതാ സൈഡിൽ ഞാനൊരു കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കളറ് ഒരു ബ്രൈറ്റ്നസ് കുറവായതുകൊണ്ട് കുറച്ചൊരു ബ്രൈറ്റ്നസ് ഉള്ള ഒരു കളറ് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗോൾഡിൻ്റെ ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലെയർ ഒന്ന് സെറ്റായി വരുമ്പോഴേക്കും ഞാനിവിടെ തേർഡ് ലെയർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും കുറച്ച് നമ്മൾ സെക്കൻഡ് ലെയർ സെറ്റായി വരുന്ന ടൈമിലാണ് തേർഡ് ലെയർ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി പലർക്കുള്ള ഡൗട്ടാണ് മോൾഡ് കംപ്ലീറ്റ് ആയിട്ട് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ റെസിൻ ഒഴിച്ച് കൊടുക്കണമെന്നുള്ളത്. അതൊക്കെ നമുക്ക് എത്രത്തോളം വിട്ടിലാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം റെസിൻ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്ലവറൊക്കെ കവറാവുന്ന രീതിയിലാണ് റെസിൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിക്നെസ്സിലുള്ള മോൾഡാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര റെസിൻ ഒഴിച്ച് കൊടുത്താൽ തന്നെ മതിയാവും. ഇതിപ്പോൾ 24 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു റെസിൻ്റെ സെറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 24 hours ആണ്. ഇത് ഞാനിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് അൺമോൾഡ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് തന്നെ അൺമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ലുക്കിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡിസൈൻ ചെയ്യണമെങ്കിൽ കളർ വെച്ചിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് കളർ റെസിനിൽ മിക്സ് ചെയ്ത് കുറച്ച് ഭാഗം മാറ്റി വയ്ക്കുക. എന്നിട്ട് അത് വെച്ചൊരു ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ കളർ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഇതുപോലെയുള്ള ഡ്രൈഡ് ഫ്ലവേഴ്സോ ലീവ്സോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ നമുക്ക് ഫെദർ ഇങ്ങനെയുള്ള നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചെറിയ ഐറ്റംസ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാ ഗോൾഡ് ഡസ്റ്റ് ഞാനിവിടെ കളറിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫ്ലവേഴ്സിൽ ഗോൾഡിൻ്റെ ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരുപാട് ആക്സസറീസ് കാര്യങ്ങളൊക്കെ മേക്കിങ്ങിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാണ്ട് ഇതുപോലെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊന്ന് റെസിൻ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങളുടെ ഓർഡേഴ്സിനനുസരിച്ചിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് കോസ്റ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ സെക്കൻഡ് കോസ്റ്റർ മേക്കിംഗ് ഒന്ന് കാണിച്ചു തരാം. അതും സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ സെക്കൻഡ് കോസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കോസ്റ്ററിൻ്റെ ലുക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. അതുപോലെ ഇത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് കമൻറ്റിലും കൂടെ മെൻഷൻ ചെയ്തേക്കണേ. സെക്കൻഡ് കോസ്റ്ററും ഞാൻ സെയിം മോൾഡിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മോൾഡ് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഡസ്റ്റ് ഫ്രീ ആക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ വൈപ്പ് ചെയ്തിട്ട് ഡസ്റ്റ് ഒന്നും പോയിട്ടില്ലെങ്കിൽ നമുക്ക് സെല്ലോ ടാപ്പൊക്കെ വെച്ചിട്ട് ഡസ്റ്റ് ഫ്രീ ആക്കി എടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഇതാ തിൻ ലെയർ ഓഫ് റെസിൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമ്മുടെ ഗോൾഡ് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി വന്നിട്ട് നമ്മുടെ കയ്യിലുള്ളൊരു ബേഡ്സാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു റാൻഡം എഡ്ജാണ് ഈ ഒരു മോൾഡിന് വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ തന്നെയാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയറോ സർക്കിളൊക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന മോൾഡിൻ്റെതെങ്കിൽ ആ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുക. ഇനി വന്നിട്ട് ഞാൻ ഡ്രൈ ചെയ്തിട്ടുള്ളൊരു ഫ്ലവറിൽ ഗോൾഡ് ഡസ്റ്റ് ഒന്ന് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലവേഴ്സിൽ മാത്രം.
ആ ഒരു ഫ്ലവറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ വന്നിട്ട് ഇതാ ലീവ്സിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലുള്ള ഒരു ലീഫ് കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് സെറ്റാവുന്നതിന് കുറച്ച് മുമ്പാട്ടോ ഞാനിത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫ്ലോട്ടായി കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റെസിൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ലീവ്സൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈമില്ലാത്ത ടൈമിലാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ ആ ഒരു യൂസ് ചെയ്യുന്ന കാര്യം എന്താണോ അതൊന്ന് ഡിപ്പായി കിടക്കുന്ന രീതിയിൽ വേണം സെക്കൻഡ് കോട്ടൊന്ന് കൊടുക്കാനായിട്ട്. അപ്പോൾ അതും ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഡേ ഞാനത് എടുത്തപ്പോൾ നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ള ബീഡ്സ് നമ്മുടെ മോൾഡിനേക്കാളും കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന കാരണം കുറച്ച് ഭാഗം ആ ഒരു ബീഡ്സിൻ്റെ കുറച്ച് ഭാഗം ഇതുപോലെ കിടന്നിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു തിക്നെസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് നോക്കിയാൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന കോസ്റ്ററാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ രീതിയിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ റെസിൻ ആർട്ടിൻ്റെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പോകാനും അതുപോലെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.